ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കും എപ്പോഴും അർച്ചനയെ പുകഴ്ത്തി പറയാൻ മാത്രമല്ലേ സമയമുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അർച്ചനയുടെ വാക്കായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിന്റെ വീട്ടുകാർക്കും അവസാനത്തെ വാക്ക്. ഞാനോ നിങ്ങളുടെ ഭാര്യയായി വന്നു, നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചു, അത്രമാത്രം. അല്ലാതെ ഇവിടെ ആർക്കും എന്നെ ഒരു വിലയും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് മീര. അതേസമയം അർച്ചനയും സച്ചിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഏട്ടത്തി ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാൽ ശരി, എൻ്റെ കൂടപ്പിറപ്പിനെ രക്ഷിക്കാൻ ഏതറ്റം വരെ പോകാൻ ഈ അർച്ചനയ്ക്ക് ഒരു മടിയുമില്ല. മറ്റെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനൂപേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യില്ലെന്ന് മാത്രം ഏട്ടത്തി പറയരുത്. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചനയും സച്ചിയും അവിടെ നിന്ന് നെല്ലിശ്ശേരിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനഘയാണ്. അതേസമയം അർച്ചനയും സച്ചിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയും കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, അനൂപിനെ രക്ഷിച്ചിട്ട് രണ്ടാളും ഇങ്ങ് വന്നെത്തിയല്ലേ? ഇന്നലെ ഇവിടെ നടന്നതിനെല്ലാം ഉത്തരവാദി നീ തന്നെയാണ്. അച്ഛൻ ഇപ്പോഴും അതിൻ്റെ ഷോക്കിൽ നിന്നും പുറത്തു പോലും വന്നിട്ടില്ല. നിങ്ങൾ രണ്ടാളും കാരണമാണ് ആ ഗുണ്ടകൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത്. ഞാനൊരു കാര്യം പറയാം, ഈ കുടുംബവും വൃന്ദാവന കുടുംബവും ആകെ പ്രതിസന്ധിയിലാണ്. അർച്ചന പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകാൻ തുടങ്ങിയത്. അല്ല ഏട്ടത്തി എന്താ പറഞ്ഞു വരുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഇതിനു മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെന്താ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെ കുഞ്ഞിന്റെ ജാതകദോഷം കാരണം മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും ഇന്നലെ നടന്നതിന്റെ ഷോക്ക് ഞാൻ മരിച്ചാലും എൻ്റെ കണ്ണിൽ നിന്നും മറയത്തില്ല. തുടർന്ന് അർച്ചന ചോദിക്കുകയാണ്, അച്ഛനും എൻ്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞു കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അച്ഛനെന്താ ഒന്നും പറയാത്തതെന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അതിന് അച്ഛനും കൂടി കേൾക്കുകയല്ലേ ജോത്സ്യർ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എന്താണെങ്കിലും ഒരു കാരണവുമില്ലാതെ ഒന്നും വെറുതെ സംഭവിക്കില്ലല്ലോ. സ്നേഹയുടെ പ്രഗ്നൻസി അബോട്ടായി പോയത് മുതൽ ഇന്നലെ ഇവിടെ ഗുണ്ടകൾ കയറി വന്നതുവരെയുള്ള എല്ലാ സംഭവത്തിന്റെയും പിന്നില് നിന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ജാതകദോഷം തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, അച്ഛൻ എന്നോട് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതെല്ലാം മറന്നുപോയോ? അച്ഛൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത്? ആ ജോൾസിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമണച്ച, അല്ലാതെ ഞാനും സച്ചേട്ടനും ഇത്രയും നാൾ പ്രാർത്ഥിച്ച് കാത്തിരുന്ന കുഞ്ഞിന് അങ്ങനെയൊരു ദോഷവും ഉണ്ടാകില്ല എന്നൊക്കെ അർച്ചന കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സച്ചി പറയുകയാണ്, ഞാൻ എന്താണെങ്കിലും ഈ അന്ധവിശ്വാസമൊന്നും വിശ്വസിക്കാനേ പോകുന്നില്ല. അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് സന്ദീപും ധനുഷും താഴേക്ക് വരികയാണ്. സച്ചിയേട്ട മാത്രമല്ല ഞങ്ങളും ഇതിലൊന്നും വിശ്വസിക്കുന്നതേയില്ല. തുടർന്ന് ധനുഷ് പറയുകയാണ്, അച്ഛൻ ഇതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. ഇതേപോലെയുള്ള ഓരോരോ കള്ളജോത്സ്യന്മാര് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ജാതകദോഷം കാരണമായിരിക്കില്ല ഇങ്ങനെയൊന്നും സംഭവിച്ചത്. പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളുടെ എല്ലാം പിന്നിലെ പ്രധാന കാരണം എന്താണെന്നറിയണമെങ്കിൽ ചില പ്രത്യേക ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരും. അപ്പോൾ സത്യങ്ങളെല്ലാം താനേ വന്നോളുമെന്ന് ധനുഷ് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ ധനുഷിനെ നോക്കുകയാണ് അവന്തിക. ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തൊന്നും ആരും വേവലാതിപ്പെടേണ്ടെന്നും അതൊന്നും എന്താണെങ്കിലും അർച്ചനയിടത്തിലെ കുഞ്ഞു കാരണമല്ല സംഭവിച്ചതെന്നും ധനുഷ് പറയുകയാണ്. അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ ഇതൊക്കെയെന്ന് അർച്ചന വീണ്ടും ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ സേതുമാധവൻ തൻ്റെ മുറിയിലേക്ക് പോകുന്നു. ഇത് കാണുന്ന അവന്തിക പറയുകയാണ്, പിന്നെ നിന്നോട് പറയാനായി മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ജോത്സ്യര് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലേ ഈ വീട്ടിൽ എന്താണെങ്കിലും ഒരു മരണം സംഭവിക്കും, അതും അകാലത്തിലുള്ള മരണം. അതാണ് ജോത്സ്യർ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടുന്ന് പോകുമ്പോൾ ആകെ തകർന്ന് സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് അർച്ചന. അർച്ചനയുടെ തൊട്ടടുത്ത് ചെന്നിരുന്ന് സമാധാനിപ്പിക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ചെല്ലുന്ന അവന്തികയാണ്. തനിക്ക് കുടിക്കാനായി ഒരു ഗ്ലാസ് വെള്ളമെടുത്തതിന് ശേഷം അവന്തിക പറയുകയാണ്, അതെ അർച്ചനയ്ക്കുള്ളതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. താൻ ഇവിടെ കിടക്കുന്നതിൻ്റെ കാരണം വരെ അവളാണെന്ന രീതിയിൽ പറഞ്ഞ് പ്രതിഫലിപ്പിച്ചിട്ടാ ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സന്തോഷമായോ നന്ദേട്ടന്? ഇത്രയും കാലം പിടിതരാതെ നടന്ന സേതുമാധവൻ വരെ ഇപ്പോൾ എൻ്റെ സൈഡായിട്ടുണ്ട്. അതേസമയം മൂർത്തി അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കാര്യത്തിൻ്റെ സീരിയസ്നെസ് എല്ലാം മൂർത്തിക്ക് അറിയാവുന്നതല്ലേ, ഇന്ന് തന്നെ അവരെ കണ്ട് സംസാരിക്കണമെന്നൊക്കെ അവന്തിക തൻ്റെ ഫോണിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും അവന്തികയെ ചവിട്ടി താഴേക്ക് വീഴ്ത്തുകയാണ് നന്ദൻ. അവന്തികയുടെ കയ്യിലുള്ള കുപ്പി ഗ്ലാസ് താഴേക്ക് വീണ് പൊട്ടുകയും അവന്തിക പെട്ടെന്ന് തന്നെ താഴെ വീഴാതെ ബാലൻസ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് സച്ചി മുറിയിലേക്ക് വരികയാണ്. എന്താ ഏട്ടത്തി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആരോ ചവിട്ടിയതുപോലെ ഉണ്ടായിരുന്നെന്നും എന്തു പറ്റിയതാണെന്ന് അറിയില്ലെന്നും അവന്തിക പറയുന്നു. അങ്ങനെ അവന്തിക മുറിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം നന്ദനോട് പറയുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് അവന്തിക പറഞ്ഞ കാര്യങ്ങളോർത്ത് വിഷമത്തോടെ ഇരിക്കുന്ന അർച്ചനയാണ്. അതേസമയം അർച്ചനയുടെ അടുത്തേക്ക് ചെന്ന് സമാധാനിപ്പിക്കുകയാണ് അനഘ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.